എനിക്ക് എന്നെ കൊണ്ട് ദുർഗയ്ക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്കൊക്കെ തോന്നും. ആണല്ലോ. അതെ, ഈ ദുർഗയ്ക്ക് ഭ്രാന്ത് തന്നെയാ. സ്വന്തം മകനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള ഭ്രാന്ത്. എന്റെ മകനെ തട്ടിയെടുക്കാൻ നിങ്ങളുടെ സഹോദരി അന്ന് പ്രസവ മുറിയിൽ വെച്ച് ശ്രമിച്ചതാ. അന്ന് തുടങ്ങിയതാ എനിക്ക് ഈ ഭ്രാന്ത്. എടോ താനൊന്ന് ഇനി അത് ഞാൻ മരിക്കുവോളം എന്നിൽ തന്നെ ഉണ്ടാവും. മരിക്കുവോളം. ഈ ഭ്രാന്തിന് നിങ്ങൾ മരുന്നും മന്ത്രമൊന്നും തേടണ്ട. ഒരു ചികിത്സ കൊണ്ടും മാറുന്ന ഭ്രാന്തല്ല ഇത്. ഹലോ, ACP കൃഷ്ണപ്രസാദ് സാറിന്റെ വീടല്ലേ? അതെ. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? സാറിന്റെ വൈഫാണ് സംസാരിക്കുന്നത്. അതെ, നിങ്ങൾ ആരാ? എന്തിനാ വിളിച്ചത്? ഞാനൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വിളിച്ചതാ. മാഡം, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കും. റെയ്ഡോ? അതെ മാഡം. ഒരാഴ്ച നീണ്ടു നിന്ന ആർഭാട കല്യാണം ഡാൻസും മ്യൂസിക്കുമായി എങ്ങനെ നടത്തിയെന്നും അതിനുള്ള പണം എവിടെ നിന്നുണ്ടാക്കിയെന്നുള്ള അന്വേഷണമാണിത്. എനിക്ക് കൃഷ്ണപ്രസാദ് സാറിനെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോ തന്നെ വിളിച്ചു പറഞ്ഞത്. എപ്പോഴാ റെയ്ഡ് നടക്കുന്നത്? ഇന്ന് തന്നെ മാഡം. ഹലോ, ചാനലുകാരോ? ദേവമംഗലത്തോ? എന്താ കാര്യം? ആണോ? ഞങ്ങളാരും അറിഞ്ഞില്ല. ശരി. പ്രിയ, പ്രിയ. എന്താ ചേട്ടാ, എന്തെങ്കിലും എടുക്കാൻ മറന്നോ? ദേവമംഗലത്ത് എന്തോ പ്രശ്നമുണ്ട്. ചാനലുകാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ രമേശനാ വിളിച്ചു പറഞ്ഞത്. അയ്യോ, എന്തോ പ്രശ്നം ചേട്ടാ? പ്രശ്നം എന്താന്നറിയില്ല. മോളെ, പ്രസാദ് മാമന്റെ വീട്ടില് ചാനലുകാര് വന്നിരിക്കുന്നു. എന്തോ കുഴപ്പമുണ്ട്. ചേട്ടാ, നമുക്കൊന്നും അങ്ങോട്ട് പോവാം. എന്തിനാ ചാനലുകാരൊക്കെ അവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാലോ. എന്തോ സീരിയസ് ഇഷ്യൂ ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒരാപത്ത് വരുമ്പോ ദേഷ്യവും പിണക്കമൊന്നും കാണിക്കുന്നത് ശരിയല്ല. സാധാരണക്കാരുടെ വീടായിരുന്നെങ്കിൽ ഈ പറയുന്നൊക്കെ ശരിയാ. ഒരു അപകടം വരുമ്പോ നമ്മൾ അയൽപ്പക്കക്കാര് ചെല്ലണം. പക്ഷെ ഇവിടെ അതാണോ സ്ഥിതി? നമ്മളിപ്പോ അങ്ങോട്ട് പോയാ ദുർഗാമ്മ നമ്മളെ അവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇതിനു മുമ്പ് നമ്മളിത് അനുഭവിച്ചിട്ടുള്ളതല്ലേ? അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ തുളസി. ചേട്ടാ, ഹലോ ജയന, ACPയുടെ വീട്ടിലെന്താ ചാനലുകാരൊക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ലല്ലേ? ഒന്ന് അന്വേഷിക്കണേ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഒന്ന് വിളിച്ചു പറയണം. ആർക്കും ഒന്നും അറിയില്ല. ഇപ്പൊ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതിരിക്കില്ല. ആ ചന്ദ്രദാസും ആതിരയും എന്തെങ്കിലും പ്രതികാരം ചെയ്യുന്നതായിരിക്കോ? ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഓരോന്ന് ഊഹിച്ചിട്ട് എന്താ കാര്യം ചെയ്യട്ടാ? നമുക്ക് അങ്ങോട്ട് പോവാം. പ്രസാദേട്ടൻ എന്റെ കൂടെപ്പിറപ്പല്ലേ. ഒരാപത്ത് വരുമ്പോ കൂടെപ്പിറപ്പുകളല്ലേ ഒപ്പം നിൽക്കണ്ടേ?
നീയും കൂടെ വാ. ഞാൻ വരാം. പക്ഷേ ഇപ്പൊ ആ വീടിന്റെ പടി ചവിട്ടാനുള്ള അനുമതി എനിക്കില്ലാന്നുള്ള കാര്യം അമ്മ മറക്കണ്ട. നമ്മൾ ആരും ആ വീടിനകത്ത് കേറുന്നില്ല. മുറ്റത്ത് നിൽക്കാലോ. എന്താ കാര്യം നമുക്ക് അന്വേഷിക്കാം. ആ ചേട്ടാ, നമുക്ക് ഇറങ്ങാം. എനിക്ക് അർജന്റായിട്ട് ഓഫീസിലെത്തണം പ്രിയ. നീ തുളസിയും കൂട്ടി അങ്ങോട്ട് പൊയ്ക്കോ. ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് വിളിക്കാം. മോളെ, നീ അമ്മയുടെ കൂടെ ചെല്ലേ. അച്ഛാ, ആ വീടിന്റെ പടി ചവിട്ടാൻ പറ്റില്ല. വീട്ടിനകത്തൊന്നും കേറണ്ട. വെളിയിൽ നിന്ന് കാര്യം എന്താണെന്ന് അറിഞ്ഞാ മതി. മോളെ, വാ. ACP കൃഷ്ണപ്രസാദിന്റെ വീടിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ. ഇൻകം ടാക്സ് റെയ്ഡ് നടക്കാൻ പോകുന്ന വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മികച്ച ഓഫീസർ എന്ന നിലയിൽ ഒട്ടനവധി അവാർഡുകൾ നേടിയിട്ടുള്ള ACP കൃഷ്ണപ്രസാദിന്റെ വീട്ടിലെ ഇൻകം ടാക്സ് റെയ്ഡ് അക്ഷരാർത്ഥത്തിൽ തന്നെ സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതാ ഞങ്ങൾ ഇവർക്കൊന്നും വേറെ പണിയില്ലേ? ചെയ്യുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ ക്യാമറയും തൂക്കി എത്തിക്കൊള്ളും. ഛെ, അച്ഛാ, പ്രശ്നാവൂ? ഏയ്, അവര് വരട്ടെ. പക്ഷേ ഇങ്ങനൊരു ന്യൂസ് പുറത്തു വരുന്നതോടെ ഞാനൊരു കറപ്റ്റഡ് ഉദ്യോഗസ്ഥനാണെന്ന് എല്ലാവരും കരുതും. ചാനലുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം ഇവിടെ ഒന്നും കിട്ടാതാകുമ്പോ അവരൊന്നും പറയുകയില്ല, ഒന്നും ചെയ്യുകയില്ല. അല്ല, ഇവരെ ഒന്ന് നിയന്ത്രിക്കാൻ നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനാവില്ലേ? എടോ, ജനാധിപത്യ രാജ്യമല്ലേ ഇത്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ നാവാണ് ഈ പത്രങ്ങളും ചാനലുകളും ഒക്കെ. അവരുടെ വായ മൂടിക്കെട്ടാൻ നിയമത്തിനോ നിയമപാലകർക്കോ ഒന്നും കഴിയില്ല. ഏട്ടാ, ആ, ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമായിരുന്നു ഞാൻ. അയൽപ്പക്കത്തെ വീട്ടിൽ ആളനൊക്കെ ഉണ്ടായ ഓടി വരണമെന്ന് നിന്നെ ആരാ പഠിപ്പിച്ചത് പ്രിയേ? ദുർഗേച്ചി, അയൽപക്കത്തെ വേറെ ഒരു വീടാണോ ഇത്? എന്റെ ഏട്ടന്റെ വീടല്ലേ ഇത്? പോരാത്തതിനിപ്പോ ആ, പോരാത്തതിനിപ്പം നിന്റെ മകളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വീട്. അതല്ലേ നീ പറയാൻ തുടങ്ങിയത്? അത് സത്യമല്ലേ മേ? എന്റെ ഭാര്യയല്ലേ തുളസി? നീ സംസാരിക്കണ്ട. ഈ വീട്ടിൽ എന്ത് നടന്നാലും ഇവൾ ഓടി ഇങ്ങോട്ട് വരുന്ന എന്തിനാണെന്നറിയോ? ഇവിടുത്തെ പ്രശ്നം എങ്ങനെ ഇവൾക്ക് അനുകൂലമാക്കി മാറ്റാന്ന് വിചാരിച്ചിട്ടാ. കല്യാണം കഴിഞ്ഞിട്ടും നിന്നെ ഈ വീട്ടിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കുന്നില്ലാന്ന് ഈ ചാനലുകാർക്ക് മുമ്പിൽ വിളിച്ചു കൂവാനല്ലേടി നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ദുർഗമ്മ, നാട്ടുകാരെ അറിയിക്കണമെങ്കിലേ അത് നേരെ ചെയ്യാനുള്ള കഴിവൊക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഈ വീട്ടിനകത്ത് കാലുകുത്താൻ എനിക്കത്ര പ്രയാസമൊന്നുമില്ല. ഒരു കുമ്പളങ്ങ വീണ് പൊട്ടിയെന്ന് വിചാരിച്ച് വീട്ടിനകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ തിരിച്ചു പോയതേ നിങ്ങളെ വീണ്ടും വീണ്ടും തോൽപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച. മോളെ തുളസി, നിർത്ത്. ഞാൻ എത്ര ക്ഷമ കാണിച്ചു. എന്നിട്ടോ ഇനി പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. മോളെ, ഇത് നിന്റെ പഴയ ദുർഗമ്മയല്ല. ഈ വീട്ടിൽ നിനക്കൊപ്പം കഴിയേണ്ട നിന്റെ അമ്മ തന്നെ ഇത്. ആ, അങ്ങനെ വരട്ടെ. നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്നെ ഇവളുടെ അമ്മയും അമ്മായിയമ്മയാക്കി മാറ്റാനാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. അതെ, അധികാരത്തിന്റെയും അവകാശത്തിന്റെയും കണക്ക് പറയാനാണ് ഭാവമെങ്കിൽ എനിക്കും പറയാൻ അറിയാം. ഈ വീട്ടിലിപ്പോ നിങ്ങൾക്കും എനിക്കും ഒരേ സ്ഥാനമാണ്. നിങ്ങൾ കുറച്ചു മുമ്പേ ഈ വീട്ടിൽ വന്നു, ഞാനിപ്പോ വന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. അതെടി, ഞാനും നീയും ഇപ്പൊ തുല്യരാ. നിനക്ക് ഈ വീട്ടിൽ എന്റെ സ്ഥാനമാണ്. അതല്ലേ നിനക്ക് വേണ്ടത്? എന്നെ ഇവിടുന്ന് പുറത്താക്കാനല്ലേ നീ ഇവനെ കല്യാണം കഴിച്ചത്? പക്ഷേ ഈ ദുർഗയുടെ സമ്മതമില്ലാതെ നിനക്ക് ഈ വീടിന്റെ പടി കടക്കാൻ, ഈ സിറ്റ് ഔട്ടിനപ്പുറം കടക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കണ്ട. ദുർഗ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ നിർത്തിയ എല്ലാം അവസാനിക്കും അല്ലേ? ഞാനാണല്ലോ നിങ്ങൾക്ക് ശല്യം.
എന്റെ വായടപ്പിച്ച പിന്നെ ഇവള് പറയുന്നതും ഇവളുടെ ഭരണവും ഇവിടെ നടക്കുമല്ലോ. ദുർഗേച്ചി, ആദ്യമോന്റെ ഭാര്യയല്ലേ തുളസി മോള്? അവളോട് കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറിക്കൂടെ? എനിക്ക് ഇവളെ ഇഷ്ടമല്ലാന്ന് നിനക്ക് എത്രയോ വർഷം മുമ്പേ അറിയാവുന്ന കാര്യമാ. എന്നിട്ടും എന്റെ മകനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കണമെന്ന് നീ നിർബന്ധം കാണിച്ചു. എന്റെ ഭർത്താവും അതിന് കൂട്ടുനിന്നു. ഇപ്പൊ നീ എന്റെ മനസ്സ് മാറ്റാൻ നോക്കുന്നു. നിന്റെ ഈ വൃത്തികെട്ട മകളെയും കൊണ്ടുവന്ന് എന്നെ ഉപദേശിക്കാൻ നോക്കുന്നു. അയ്യോ, ഞാൻ ഉപദേശിച്ചതല്ല. ദുർഗാമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാ ഞാൻ വരും. ഇതുവരെ ഇതെന്റെ മാമന്റെ വീടായിരുന്നു. ഇപ്പോ ഇതെന്റെ ഭർത്താവിന്റെ കൂടെ വീടാ. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്റെയും പ്രശ്നങ്ങളാ. ഞാൻ അതിൽ ഇടപെടും. പരിഹരിക്കാൻ കഴിയുന്നതെല്ലാം ഞാൻ പരിഹരിക്കും. ഒരു മരുമകൾ എന്ന നിലയിൽ എന്റെ കടമയാത്. അതെ, എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കാൻ പോവുമല്ലേ, അത് റിപ്പോർട്ട് ചെയ്യാനാ ഞങ്ങൾ വന്നത്. എരുതിയിൽ എണ്ണ ഒഴുക്കി അവള്. മാമ, ഒരിക്കലും ഉണ്ടാവാത്ത സംഭവങ്ങളാണല്ലോ മാമ ഇവിടെ ഉണ്ടാവുന്നത്. ഇത്രയും നാളും ഒരു ചീത്ത പേര് പോലും കേൾപ്പിക്കാത്ത ഉദ്യോഗസ്ഥനായിരുന്നു പ്രസാദ് മാമൻ. ഇത്ര പെട്ടെന്ന് മാമൻ ഒരു അഴിമതിക്കാരനായത് എന്ത് കാരണത്താലാ? ഡീ, അതിന് കാരണം നീയാ. ഈ കുടുംബത്തിന് ചേരാത്ത ഒരു ബന്ധമുണ്ടായി. അതാ ഇപ്പൊ ഇങ്ങനെ ഓരോ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ കാരണമല്ല ദുർഗാമ്മ, നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാനോ? ഞാനെന്ത് ചെയ്തു? ഈ ദുഷ്കർമ്മങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. അത് ചെയ്യുന്നവരിലേക്ക് നെഗറ്റീവ് എനർജിയായി തിരിച്ചെത്തും. ഞാനും ആദ്യം വിവാഹിതരായി ഇവിടെ എത്തിയപ്പോ നിങ്ങൾ നടത്തിയ ആ പൂജ ദുഷ്കർമ്മമായിരുന്നില്ലേ? ദുഷ്കർമ്മങ്ങളുടെ എനർജി നെഗറ്റീവ് എനർജിയായി ഈ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ അനർത്ഥങ്ങൾ സംഭവിക്കും. സകല ദോഷങ്ങളെയും ഈ വീട്ടിലേക്ക് ആവാഹിക്കുന്ന പ്രവൃത്തിയാ ദുർഗാമ്മയുടെ ആ പൂജ കൊണ്ടുണ്ടായത്. സത്യത്തിൽ എനിക്കെതിരെ ദുർഗാമ്മ നടത്തിയ ആ ദുർപൂജകൾ ഈ കുടുംബത്തിന്റെ നാശത്തിനാവും കാരണമാവുന്ന. പല രൂപത്തിൽ ഇനി നമുക്കതിന്റെ ഫലങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഈ ഇൻകം ടാക്സ് റെയ്ഡ് തന്നെ അതിന് കാരണം. മോളെ, മാമനിനി എന്താ ചെയ്യേണ്ടതെന്ന് പറ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ഉടനെ പൂജകൾ നടത്തി എല്ലാ ദോഷങ്ങളും പരിഹരിക്കണം. എന്നുവെച്ചാ നിന്നെ ഞാൻ ഈ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തണം അല്ലേ? കിട്ടിയ അവസരം ഉപയോഗിക്കാനുള്ള നിന്റെ ബുദ്ധിയുണ്ടല്ലോ, ആഭാരം തന്നെ. ദുർഗാമ്മയ്ക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ ഒന്നു മാത്രം ആലോചിച്ചോ, ഈ വീടിന്റെ ഐശ്വര്യമായ ദുർഗാമ്മ തന്നെ ഈ വീടിന്റെ വെളിച്ചം ഊതിക്കെടുത്തരുത്.
7 തിരിയിട്ട് കത്തുന്ന നെയ്വിളക്കിനെ കരിന്തിരി കത്തിച്ച് ഇരുട്ട് പരത്തരുത്. സർ, വി ആർ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. ഷുവർ, ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് എന്തിന്റെ പേരിലാണ് ഈ റെയ്ഡ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അനധികൃതമായി നിങ്ങൾ സ്വത്ത് സമ്പാദിച്ചതായി സംശയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ നിങ്ങളുടെ മകന്റെ വിവാഹം നഗരത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളോടെ നടത്തിയതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഞാൻ കൃത്യമായി IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളാണ്. അവിടെയാണ് മിസ്റ്റേക്ക്. നിങ്ങളുടെ സാലറിയും ഇപ്പോ ഈ കല്യാണത്തിന് ചിലവാക്കിയ വലിയ എമൗണ്ടും ടാലി ആകുന്നില്ല. എവിടുന്നാ പണം? പറയണം മിസ്റ്റർ ACP. സർ, ഞങ്ങള് കുടുംബപരമായി തന്നെ ഫിനാൻഷ്യലി സൗണ്ടാണ്. ആ ക്യാഷാണ് മാരേജ് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിച്ചത്. എന്ത് തരത്തിലുള്ള പണമാ അത്? കൃഷിയിൽ നിന്നുള്ളതാണോ അതോ ബിസിനസ്സിൽ നിന്നാണോ? വീട്ടിലെ അലമാരയിൽ ഒരു ഫയലുണ്ട്, അതൊന്ന് എടുത്തുകൊണ്ട് വരണം. വേഗം വേണം, വെരി അർജന്റ്. ഞാൻ മാമന്റെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് പണത്തിന്റെ സ്രോതസ്സാ. എവിടുന്ന് കിട്ടിയെന്നുള്ളതിന്റെ തെളിവ് വേണം. കൃത്യമായ തെളിവുകൾ നൽകിയാൽ റെയ്ഡ് ഒഴിവാക്കാൻ പറ്റും. തെളിവുകളെന്ന് പറഞ്ഞ ഞങ്ങള് അങ്ങനെയൊന്നും സൂക്ഷിച്ചിട്ടില്ല. ഇവിടെ നീ പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം താങ്ക്സ് ഡാ. ശരി. എക്സ്ക്യൂസ് മീ സർ. യെസ്. വിവാഹത്തിന്റെ എക്സ്പെൻസിനുള്ള ക്യാഷ് എവിടെ നിന്ന് ലഭിച്ചു എന്നതിന്റെ മുഴുവൻ തെളിവുകളും ബില്ലുകളും ഈ ഫയലിലുണ്ട്. നിങ്ങൾ ഈ വീട്ടിലെ ആരാണ്? പറയൂ. കണക്കുകൾ തരേണ്ടത് ഈ വീട്ടിലെ അംഗങ്ങളോ ഉത്തരവാദിത്വപ്പെട്ടവരോ ആണ്. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൂ. ഇവള് എന്റെ മകന്റെ ഭാര്യയാണ്. ഞാനും ഈ നിൽക്കുന്ന ആദ്യത്തിനും തമ്മിലുള്ള വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. കുറച്ച് ആഘോഷമായിട്ട് തന്നെയാ ഞങ്ങളുടെ മാരേജ് നടന്നത്. ആ മാരേജിന് ചെലവായ എമൗണ്ടിന്റെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കാണിച്ചു തരാം സർ. ഇതെന്റെ അമ്മ പ്രിയ. എന്റെ അമ്മ പ്രിയയ്ക്ക് വിവാഹ സമയത്ത് മാതാപിതാക്കൾ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾ എന്റെ വിവാഹം നടത്താനായി വിറ്റതിന്റെ കണക്കുകളാണിത്. ഓക്കെ. പിന്നെ
ഞങ്ങളുടെ കുറച്ച് സ്ഥലം ബാങ്കിൽ പണയം വെച്ച് ഞങ്ങൾ ലോൺ എടുത്തു. ഈ തുകയെല്ലാം പ്രസാദ് മാമനെ ഏൽപ്പിച്ച ഈ വിവാഹം നടത്തിയത്. മാത്രമല്ല എന്റെ അച്ഛന്റെയും പ്രസാദ് മാമന്റെയും PF ൽ നിന്ന് ലോണും എടുത്തിട്ടുണ്ട്. സർ, ഒരു മിനിറ്റ് വരോ? അമ്മ ഒന്ന് പിടിച്ചു.